ഒരു പുതിയ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ്. മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അടിയന്തരമായി നിലത്തിറക്കിയത്. ഇപ്പോൾ ഷീജ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷീജ, ബോംബ് ഭീഷണിയാണോ കാരണം? തീർച്ചയായും ശരത്ത്, അതായത് രാവിലെ 7:30 കൂടിയാണ് തിരുവനന്തപുരം അതായത് ബോംബെയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടിയിരുന്ന വിമാനത്തിൽ, അതായത് AI-657 എന്ന ബോംബെ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ലഭിക്കുന്നത്. പൈലറ്റിനായിരുന്നു ഈ ഭീഷണി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ATS ായിരുന്നു. തുടർന്ന് അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തര ലാൻഡിങ്ങിന് തീരുമാനിക്കുകയും അതിനുവേണ്ടി വിമാനത്താവളം സജ്ജമാവുകയും ചെയ്തു. തുടർന്ന് അടിയന്തരമായി തന്നെ 8 മിനിറ്റുകൾക്കകം വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. 135 യാത്രക്കാരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഈ യാത്രക്കാരെ ഉടൻ തന്നെ, അതായത് വിമാനം ലാൻഡ് ചെയ്തത് തന്നെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയാണ്, അവിടേക്കാണ് വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 135 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കുകയും ബോംബ് സ്ക്വാഡിന്റെ അടക്കം പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഫോണിലാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാജമാകാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ പറയുന്നത്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. യാത്രക്കാരെ എല്ലാവരെയും സുരക്ഷിതമായി തന്നെ പുറത്തിറക്കി കഴിഞ്ഞു. ഷീജ നേരത്തെ സൂചിപ്പിച്ച പോലെ ബോംബ് ഭീഷണി എന്ന ഫോൺ സന്ദേശം വന്നത് പൈലറ്റിനാണ് അല്ലേ? അതെ, പൈലറ്റിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിമാനത്താവള അധികൃതരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് ഈ പൈലറ്റിന് ലഭിച്ചപ്പോൾ തന്നെ അത് താഴേക്ക് കൈമാറുകയും തുടർന്നാണ് ഇത്തരത്തിൽ വിമാനത്താവളം അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി സജ്ജമാവുകയും ചെയ്തത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.